ഹായ് വ്യൂവേഴ്സ്, മൈക്രോസോഫ്റ്റ് എക്സൽ ഇറ്റ്സ് സോ ഈസി ടു ലേൺ എന്ന ടൈറ്റിലോട് കൂടിയ മലയാളം വീഡിയോ ട്യൂട്ടോറിയൽ സീരീസിന്റെ 7ാം ഭാഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ പാർട്ടിൽ നമ്മൾ ഓട്ടോ ഫിൽ ഉപയോഗിച്ച് റാൻഡമായി ഡാറ്റ എൻട്രി ചെയ്യുന്നത് എങ്ങനെയെന്ന് മനസ്സിലാക്കിയിരുന്നു. ഇതിനു മുമ്പുള്ള വീഡിയോകൾ കണ്ട 1-2 പേർ എന്നോട് വാട്സാപ്പ് വഴി ചില സംശയങ്ങൾ ചോദിച്ചിരുന്നു. അതിൽ പ്രധാനമായിട്ടും ചോദിച്ച 3 കാര്യങ്ങളുണ്ട്. അത് എന്താണെന്നാണ് ഈ ഒരു വീഡിയോയിൽ വിശദീകരിക്കാൻ പോകുന്നത്. ഒന്നാമത് ഒരാൾ ചോദിച്ചിരുന്നത് ഓട്ടോഫിൽ ഉപയോഗിച്ച് നമ്മൾ റാൻഡ് ബിറ്റ്വീൻ എന്ന ഫംഗ്ഷൻ ഉപയോഗിച്ച് ഡമ്മി ഡാറ്റ എൻട്രി ചെയ്തു. അതുപോലെ തന്നെ അത് മറ്റു ഫംഗ്ഷനും ഫോർമുലാസിലും എല്ലാം അപ്ലൈ ചെയ്യാൻ സാധിക്കുമോ എന്ന് ചോദിച്ചിരുന്നു. അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് വേണ്ടി ഒരു സാമ്പിൾ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. രണ്ടാമത് ഒരാൾ ചോദിച്ചിരുന്നത് നമ്പേഴ്സ് ടൈപ്പ് ചെയ്യുമ്പോൾ അതിനെ വേർഡ്സിലാക്കി എടുക്കുന്നതിന് എക്സലിൽ ഏതെങ്കിലും ഫംഗ്ഷൻ ഉണ്ടോ എന്ന്. 1550 എന്ന് എഴുതുന്നു വിചാരിക്കുക. അത് വേർഡ്സിൽ ₹1550 എന്ന് ഓട്ടോമാറ്റിക്കായിട്ട് എഴുതി വരണം. എൻ്റെ അറിവിൽപ്പെട്ടിടത്തോളം അങ്ങനെ എക്സലിൽ ഒരു ബിൽറ്റ് ഇൻ ഫംഗ്ഷൻ ഇല്ല. പക്ഷേ എങ്കിലും നമുക്ക് ഒരു ആഡ് ഓൺ ആയി, അതായത് എക്സലിൽ തന്നെ ഇല്ലാത്ത കാര്യങ്ങളെല്ലാം നമുക്ക് വിഷ്വൽ ബേസിക് എന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഉപയോഗിച്ച് യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഫംഗ്ഷൻസ് ഉണ്ടാക്കിയതിന് ശേഷം അത് ആഡ് ഓൺ ആയി ചെയ്ത് എക്സലുമായി ഇൻ്റഗ്രേറ്റ് ചെയ്ത് ചെയ്യാൻ പറ്റും. പക്ഷേ എനിക്കിത് ഇപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്തതിന് കാരണം അത്രയും നമ്മൾ അഡ്വാൻസ് ആയി പഠിച്ചിട്ടില്ല. ആ ഒരു ലെവലിലേക്ക് വരുമ്പോൾ അത് തീർച്ചയായിട്ടും എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണിക്കാം. പ്രോഗ്രാമിംഗ് പഠിച്ച ഒരാൾക്ക് മാത്രമേ അത് ഫോളോ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇനി മൂന്നാമത്തെ ഒരു കാര്യം, സൗദി അറേബ്യയിലുള്ള ഒരു സുഹൃത്ത് എന്നോട് വാട്സപ്പ് വഴി ചോദിച്ചിരുന്നു. അദ്ദേഹം ഡാറ്റ എൻട്രി ഓപ്പറേറ്ററാണ്. കൂടുതലും ന്യൂമറിക് ഡാറ്റയാണ് എൻട്രി ചെയ്യുന്നത്. അദ്ദേഹത്തിന് അത് എൻട്രി ചെയ്യുമ്പോൾ സ്ക്രീനിൽ എപ്പോഴും നോക്കേണ്ടി വരുന്നത് കൊണ്ട് ന്യൂമറിക് കീപാഡിൽ മിസ്റ്റേക്ക് വരാതിരിക്കാൻ എന്തെങ്കിലും സൊല്യൂഷൻ ഉണ്ടോ എന്ന് ചോദിച്ചിരുന്നു. അപ്പോൾ അതിന് ഏറ്റവും എളുപ്പ വഴി എക്സലിൽ എൻട്രി ചെയ്യുന്ന കാര്യങ്ങൾ കമ്പ്യൂട്ടറിനെ കൊണ്ട് തന്നെ റീഡ് ചെയ്യിപ്പിക്കാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ നമ്മൾ ന്യൂമറിക് ഡാറ്റ എൻട്രി ചെയ്തതിനു ശേഷം സെല്ല് റീഡ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമുക്ക് വോയിസ് ആയിട്ട് കേൾക്കാൻ പറ്റും. ആ ടെക്സ്റ്റിൽ മാത്രം നോക്കിയിരുന്നാൽ മതി. കമ്പ്യൂട്ടറിൽ കേൾക്കുന്ന സാധനങ്ങൾ കറക്റ്റായിട്ടാണോ ടൈപ്പ് ചെയ്തത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. വളരെ ഉപയോഗപ്രദമായ ഒരു ഫെസിലിറ്റി ആണിത്. അദ്ദേഹം ചോദിച്ചപ്പോഴാണ് ഞാൻ അതിൻ്റെ ഒരു സീരിയസ്നെസ് മനസ്സിലാക്കിയത്. ഞാൻ ഇതുവരെ അത് യൂസ് ചെയ്തിട്ടില്ലായിരുന്നു. എന്തായാലും ഞാൻ അതെങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന് ഈ ഒരു വീഡിയോയിൽ കാണിക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഇത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഫോർമുലാസ് ഓട്ടോഫിൽ ഉപയോഗിച്ച് ചെയ്യുന്നതിന് വേണ്ടി കഴിഞ്ഞ പാർട്ടിൽ കാണിച്ച അതേ ഒരു സാമ്പിൾ തന്നെയാണ് എടുക്കുന്നത്. ഞാൻ ഇതൊന്ന് അല്പം മോഡിഫൈ ചെയ്യാം. അതിനു മുമ്പ് ഈ ഒരു ഷീറ്റ് 1 എന്ന് കാണുന്നത് ഇവിടെ റീനെയിം ചെയ്യാം. റീനെയിം ചെയ്യുന്നതിന് സാധാരണ വേണമെങ്കിൽ റൈറ്റ് ബട്ടൺ പ്രസ് ചെയ്തിട്ട് ഇവിടെ നിന്ന് റൈറ്റ് ബട്ടൺ പ്രസ് ചെയ്ത് റീനെയിം കൊടുത്താൽ മതി. അതിന് പകരം ഷോർട്ട് കട്ട് Alt OHR കൊടുത്താൽ Alt OHR എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ വരും. ഇവിടെ ഞാൻ ഇത് വർക്ക് 1 എന്ന് എഴുതാം. ഇനി ഇതിന്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് എടുക്കണം. അതിന് ഈ ഒരു ഷീറ്റിന്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് എടുക്കണമെങ്കിൽ അതിന് ചെയ്യേണ്ടത് ഈ വർക്ക്ഷീറ്റ് മൂവ് ചെയ്യുക അല്ലെങ്കിൽ കോപ്പി Alt EM കൊടുത്തു കഴിയുമ്പോൾ ഇവിടെ വർക്ക് 1 ആണ് നമ്മൾ ആദ്യം കാണുന്നത്. വർക്ക് 1, ഷീറ്റ് 2, ഷീറ്റ് 3. ഇതിൽ വേണമെങ്കിൽ എനിക്ക് ഇതിന്റെ ഒരു കോപ്പി എടുക്കണമെങ്കിൽ വീണ്ടും Alt C എന്ന് കൊടുക്കുമ്പോൾ അത് എനേബിൾ ചെയ്തതിന് ശേഷം എൻ്റർ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ വർക്ക് 2 എന്ന പേരിൽ മറ്റൊരു വർക്ക്ഷീറ്റ് അതേ കണ്ടന്റ് തന്നെയാണ് വർക്ക് 1, ഇത് വർക്ക് 2. ഇതിനെ വേണമെങ്കിൽ നമുക്ക് വീണ്ടും റീനെയിം ചെയ്യാം. Alt OHR എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ വേണമെങ്കിൽ സാമ്പിൾ ഇങ്ങനെ ഒരു പേര് കൊടുത്തു. ഈ രീതിയിൽ ഇത് ചെയ്യാൻ പറ്റും. കൺട്രോൾ പേജ് ഡൗൺ കൊടുക്കുകയാണെങ്കിൽ പഴയ വർക്ക്ഷീറ്റിൽ വരും. കൺട്രോൾ പേജ് അപ്പ് കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ ഷീറ്റുകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുക. അത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ ഈ ഒരു സാമ്പിൾ തന്നെ എടുത്തിട്ട് ഇവിടെ ഡാറ്റ ഇത് കംപ്ലീറ്റ് റിമൂവ് ചെയ്യാം. ഡിലീറ്റ് പ്രസ് ചെയ്ത് റിമൂവ് ചെയ്തു. ഇനി ഇവിടെ ഞാൻ ഇതിനെ ഒന്ന് അല്പം മോഡിഫൈ ചെയ്യാം. അതായത് ഇതൊരു സാലറി ആണെന്ന് വിചാരിക്കുക. സാലറി ഇവിടെ വേണമെങ്കിൽ DA കൊടുക്കാം. ഇവിടെ HRA, ഇവിടെ ടോട്ടൽ കൊടുക്കാം. ഇപ്പുറത്ത് വേണമെങ്കിൽ ഡിഡക്ഷൻസിന് ഒരു PF ഡിഡക്ഷൻ കൊടുക്കാം. വേണമെങ്കിൽ ഒരു അഡ്വാൻസ് കൊടുത്തു. ഇവിടെ നെറ്റ് സാലറി. അപ്പോൾ ഇവിടെ സാലറി നമുക്ക് ഡമ്മി ഡാറ്റ എൻട്രി ചെയ്യണം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആണെങ്കിൽ ഇങ്ങനെ ഇത് സെലക്ട് ചെയ്തതിന് ശേഷം ഈക്വൽ ടു കൊടുത്തു. റാൻഡ് ബിറ്റ്വീൻ നമുക്കൊരു 15,000 മുതൽ ഒരു 50,000 വരെയുള്ള റേഞ്ച് സാലറി കൊടുക്കാം. ഇങ്ങനെ ബ്രാക്കറ്റ് പ്രസ് ചെയ്തതിന് ശേഷം കൺട്രോളും എൻ്ററും കൂടെ പ്രസ് ചെയ്തപ്പോൾ സാലറി വന്നു. പക്ഷേ ഇവിടെ സാലറി ഒരു കൊടുത്തപ്പോൾ 16,459, 20,500 ഇങ്ങനെ റാൻഡം നമ്പേഴ്സാണ് വന്നത്. സാധാരണ ഇങ്ങനെ സാലറി എപ്പോഴും റൗണ്ടഡ് ഫിഗർ ആയിരിക്കും. അപ്പോൾ അതിന് ചെയ്യാൻ പറ്റുന്നത് വേണമെങ്കിൽ നമുക്ക് സീലിംഗ് ഉള്ള ഫംഗ്ഷൻ പഠിച്ചിട്ടുണ്ട്. സീലിംഗും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് ചെയ്യാം. അത് വേണമെങ്കിൽ ഞാൻ ചെയ്യാം. ഇത് ഇത്രയും ഡിലീറ്റ് ചെയ്തു. അതിനുശേഷം എൻ്റർ ചെയ്യേണ്ട ഏരിയ സെലക്ട് ചെയ്തതിന് ശേഷം ഈക്വൽ ടു കൊടുത്ത് സീലിംഗ് എന്ന് പറഞ്ഞിട്ട് ഫംഗ്ഷൻ നമ്മൾ നേരത്തെ പഠിച്ചു. CEILING സീലിംഗ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം സീലിംഗിനകത്ത് വരേണ്ടത് റാൻഡ് ബിറ്റ്വീൻ കൊടുത്തിട്ട് അതിനകത്ത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 15,000 മുതൽ 50,000 വരെയുള്ള റേഞ്ച് കൊടുത്തു.
അതിനുശേഷം അത് ക്ലോസ് ചെയ്യുമ്പോഴത്തേക്കും റാൻഡ് ബിറ്റ്വീൻ എന്നുള്ള ഫംഗ്ഷൻ ക്ലോസ് ആയി. ഇനി അടുത്ത സീലിംഗിന്റെ രണ്ടാമത്തെ പാരാമീറ്ററായ അത് കൊടുക്കുന്നത് 1000 രൂപയ്ക്ക് റൗണ്ട് ചെയ്യണം. അതായത് 1000 എന്ന് കൊടുത്തു. അപ്പോൾ ഏതെങ്കിലും ഒരു റാൻഡം നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ അത് 1000 രൂപയ്ക്കായിരിക്കും റൗണ്ട് ചെയ്ത് അവിടെ വരുന്നത്. ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു. ക്ലോസ് ചെയ്തതിന് ശേഷം കൺട്രോൾ എൻ്റർ എന്ന കമാൻഡ് പ്രസ് ചെയ്യുമ്പോൾ അത് ഓട്ടോ ഫില്ലായിട്ട് മാറും. കൺട്രോൾ എൻ്റർ. ഇപ്പോൾ 43,000 33,000 ആ രീതിയിൽ എല്ലാം റൗണ്ടഡ് ഫിഗർ വന്നു. അപ്പോൾ ഇവിടെ ഞാൻ ചെയ്തത് F2 പ്രസ് ചെയ്യാം. ഇവിടെ ചെയ്തത് സീലിംഗ് എന്നുള്ള ഫംഗ്ഷനുള്ളിൽ റാൻഡ് ബിറ്റ്വീൻ എടുത്തു. സീലിംഗ് എന്ന് പറയുന്നത് ഇവിടെ ബ്രാക്കറ്റ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിന്നും ബ്രാക്കറ്റ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടം വരെയാണ് സീലിംഗ് ഫംഗ്ഷൻ. സീലിംഗിനകത്ത് ഒരു പാരാമീറ്റർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ആർഗ്യുമെൻ്റ് എന്ന് പറയുന്നത് മറ്റൊരു ഫംഗ്ഷൻ കൊടുത്തു. റാൻഡ് ബിറ്റ്വീൻ 15,000 to 50,000 എന്ന് പറയുന്ന റിസൾട്ടിനെ 1000-ന് റൗണ്ട് ചെയ്ത് എഴുതുക എന്നാണ് അതിൻ്റെ മീനിങ്. DA വേണമെങ്കിൽ നമുക്കൊരു സാമ്പിൾ എഴുതുകയാണ്. ഒരു 8%, അതായത് ഈ ബേസിക് സാലറിയുടെ ഇതിനെ ബേസിക് സാലറി എന്ന് എഴുതാം. ബേസിക് സാലറി ഞാൻ ഇവിടെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഓരോ പ്രാവശ്യം എൻ്റർ പ്രസ് ചെയ്യുമ്പോൾ ഇവിടെ ഡാറ്റ മാറുന്നുണ്ട്. അപ്പോൾ അതിന് വേണമെങ്കിൽ ഇതിനെ നമുക്ക് വാല്യൂ ആക്കാം. വാല്യൂ ആക്കാനായിട്ട് Ctrl+C കൊടുത്തിട്ട് Alt+ESF+V കൊടുത്തു കഴിഞ്ഞാൽ അതെല്ലാം വാല്യൂ ആയി. അപ്പോൾ ഇനി അത് മാറില്ല, എല്ലാം ന്യൂമറിക് വാല്യൂ ആയി മാറി. ഇനി DA എന്ന് പറയുന്നത് ഈ ബേസിക് സാലറിയുടെ ഒരു 15% എന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ ഈക്വൽ ടു കൊടുത്തു ആ സാലറിയിൽ വന്നിട്ട് ഇൻറ്റു 15 കൊടുത്ത് പെർസെൻറ്റേജ് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ 15% അവിടെ വരും. അപ്പോൾ ഇതും നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഓട്ടോ ഫിൽ ഉപയോഗിച്ച് വേണമെങ്കിൽ ചെയ്യാം. ഇങ്ങനെ കൊടുത്തതിന് ശേഷം സെലക്ട് ചെയ്തു, ഇത്രയും ഭാഗം സെലക്ട് ചെയ്തു, ഈക്വൽ കൊടുത്തതിന് ശേഷം സാധാരണ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ എഴുതുമ്പോൾ ഒരു ബ്രാക്കറ്റ് എഴുതുന്നത് എപ്പോഴും നല്ലതാണ്. ബ്രാക്കറ്റ് ഇടണമെന്ന് നിർബന്ധമില്ല, പക്ഷേ ബ്രാക്കറ്റ് ഇടുന്നത് ഒരു നല്ല ഹാബിറ്റാണ് ഇങ്ങനെ. അപ്പോൾ ഞാൻ ഇവിടെ ബ്രാക്കറ്റ് കൊടുത്തു, ഇതിനെ D4-നെ സെലക്ട് ചെയ്തു, ഇൻറ്റു കൊടുത്തു, 15% സിമ്പിൾ ഇട്ട് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ 15% ഇപ്പോൾ ഇതെടുക്കും. പക്ഷേ ഇത് ഓട്ടോ ഫില്ല് വരാൻ വേണ്ടി ഇവിടെ നിന്നുകൊണ്ട് Ctrl Enter പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് DA കാൽക്കുലേറ്റ് ചെയ്തു. ഇതുപോലെ HRA കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ HRA നമുക്ക് ബേസിക്കിൻ്റെ ഒരു 15% കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഇത്രയും ഭാഗം സെലക്ട് ചെയ്യണം. സെലക്ട് ചെയ്തു, ഈക്വൽ ടു കൊടുത്തതിന് ശേഷം ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. അതിനുശേഷം ബേസിക് സാലറിയിൽ വന്നു, ഇൻറ്റു എത്ര പെർസെൻറ്റേജ് ആണ് പറഞ്ഞത്? 15%. ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു, Ctrl Enter പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ രണ്ടും 15% ആയി. ഇപ്പോൾ ഞാനൊരു കാര്യം ചെയ്യാം, ഇവിടെ ഒരു 8% ആക്കാം, ഇത് 8% ആക്കാം. രണ്ടും 15% ആയതുകൊണ്ട് ഈക്വൽ ടു ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു, ബേസിക് സാലറി ഇൻറ്റു 8%, ഒരു 8%. ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു, Ctrl Enter പ്രസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ DA ആയി ബേസിക് HRA. ഇനി ഈ ടോട്ടൽ എന്ന് പറയുന്നത് ഈക്വൽ ടു, അതും ഇവിടെ നമുക്ക് ഫോർമുല ഓട്ടോ ഫില്ല് കൊടുക്കാൻ പറ്റും. അതുകൊണ്ട് ഈക്വൽ ടു കൊടുത്തതിന് ശേഷം ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. നമ്മുടെ ടോട്ടൽ സാലറി എന്ന് പറയുന്നത് ബേസിക് പ്ലസ് DA പ്ലസ് HRA. അങ്ങനെയാണെങ്കിൽ ബേസിക് പ്ലസ് DAയിൽ കൊണ്ടുവന്നു പ്ലസ് HRAയിൽ കൊണ്ടുവന്നു, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു, Ctrl Enter പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ടോട്ടൽ വാല്യൂ ഇവിടെ കിട്ടും. അപ്പോൾ ഇതാണ് ടോട്ടൽ സാലറി എന്ന് പറയുന്നത്. സുമേഷ് രാജിന് കിട്ടുന്നത് 39,360. ഇനി PF എന്ന് പറയുന്ന ഒരു ഡിഡക്ഷൻ കൊടുക്കാം. സാധാരണ PF 12% ആണല്ലോ, അപ്പോൾ ബേസിക്കിൻ്റെ 12% എടുക്കണം ഡിഡക്ഷന് വേണ്ടിയിട്ട്. അതും ഓട്ടോ ഫില്ല് ഉപയോഗിച്ച് ചെയ്യാം. ഈക്വൽ ടു കൊടുത്തു, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു, ബേസിക് സാലറിയുടെ എടുത്ത് സെലക്ട് ചെയ്തു, ഇൻറ്റു 12%. ഇതാണ് PFന് വേണ്ടി ഡിഡക്റ്റ് ചെയ്യുന്നത്. ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു, Ctrl Enter പ്രസ് ചെയ്തു. ഇപ്പോൾ PFൻ്റെ ഡിഡക്ഷനായി. ഇനി ആരെങ്കിലും അഡ്വാൻസ് വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് ഇവിടെ എഴുതാം. അത് നമുക്ക് സാധാരണ റാൻഡം കൊടുക്കുന്നതിനേക്കാളും വെറുതെ 5,000, ഇവിടെ ഇയാളൊരു 7,000 വാങ്ങിച്ചിട്ടുണ്ട്, ഇവിടെ 10,000 അഡ്വാൻസ് ഇത്രയും വാങ്ങിച്ചിട്ടെന്ന് വിചാരിക്കാം. ഇനി നെറ്റ് സാലറി കാൽക്കുലേറ്റ് ചെയ്യണം. നെറ്റ് സാലറി എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഈ ടോട്ടലിൽ നിന്നും ഇത് രണ്ടും അഡ്വാൻസ് എല്ലാം കൂടെ അഡ്വാൻസായി വാങ്ങിയ PFും അഡ്വാൻസും ഡിഡക്റ്റ് ചെയ്യണം. അപ്പോൾ വേണമെങ്കിൽ നമുക്കിവിടെ ഒരു Alt+C കൊടുത്തിട്ട് ടോട്ടൽ ഡിഡക്ഷൻ എന്ന് കൊടുക്കാം. DDNS ടോട്ടൽ ഡിഡക്ഷൻ എന്ന് പറയുന്നത് അതും ഇതുപോലെ ഈക്വൽ ടു കൊടുത്തു, ബ്രാക്കറ്റിനകത്ത് ടോട്ടൽ PFും അഡ്വാൻസും ആണ് ടോട്ടൽ ഡിഡക്ഷൻ എന്ന് പറയുന്നത്. PF പ്ലസ് അഡ്വാൻസ്, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു, Ctrl Enter പ്രസ് ചെയ്യുമ്പോൾ ഓട്ടോ ഫില്ലായി മാറും. അപ്പോൾ അതത്രയും ടോട്ടൽ ഡിഡക്ഷൻസ് ഇവിടെ കിട്ടി. ഇനി നെറ്റ് സാലറി എന്ന് പറയുന്നത്, അതായത് ടോട്ടൽ 39,360 നിന്നും PF ആയിട്ടുള്ള 3,840, 5,000 കൂടെ കുറയ്ക്കുമ്പോൾ, അതായത് 8,840 കുറയ്ക്കുമ്പോൾ നെറ്റ് സാലറി കിട്ടും. അതും നമുക്ക് ഇതുപോലെ ചെയ്യാം. ഈക്വൽ ടു പ്രസ് ചെയ്തു,
ഈക്വൽ ടു ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. ടോട്ടൽ സാലറി എന്ന് പറയുന്നത് ഈ ടോട്ടൽ സാലറിയിൽ G4 കൊണ്ടുവന്നു, മൈനസ് ടോട്ടൽ ഡിഡക്ഷൻസ് ഇത്രയും കിട്ടി. ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു, കൺട്രോൾ എൻ്റർ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടൽ കിട്ടും. ഇനി നമുക്ക് ഈ ഭാഗത്ത് ടോട്ടൽ വേണമെന്ന് വിചാരിക്കുക, അതും ഒറ്റ സ്ട്രെച്ചിൽ ചെയ്യാൻ പറ്റും. സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ നിന്ന് നമുക്ക് ടോട്ടൽ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോമുല അറിയാം, ആൾട്ട് ഈക്വൽ മാത്രം കൊടുത്താൽ മതി. ഓട്ടോമാറ്റിക്കായിട്ട് ആ ടോട്ടൽ എല്ലാം ഇവിടെ വരും. ഇവിടെ ഇത് കാണുന്നത് ഇത് നമുക്ക് ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ വലിപ്പം കൂട്ടും. അത്ര ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ഓട്ടോഫില്ലിൻ്റെ ഉപയോഗം ഇപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ക്ലിയർ ആയിട്ട് മനസ്സിലായി. ഓട്ടോഫിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അത് എങ്ങനെ ഉപയോഗിക്കാമെന്ന്. ഇനി അടുത്ത ഭാഗത്തിലേക്ക് പോകാം. ഇനി സ്പീക്ക് സെൽസ് എങ്ങനെയാണ് എനേബിൾ ചെയ്യുന്നതെന്ന് നോക്കാം എക്സലിൽ. അതിനു മുമ്പ് ഈ കാണുന്നതാണ് റിബൺ ബാർ. ഇവിടെ കാണുന്ന ഈ ഹോം, ഇൻസേർട്ട്, പേജ് ലേഔട്ട്, ഫോമുലാസ്, ഡാറ്റ, റിവ്യൂ, വ്യൂ ഇങ്ങനെ പറയുന്ന ഓരോന്നിനെയും ടാബ് എന്ന് പറയും. ഓരോ ടാബിനകത്ത് ഓരോ ഗ്രൂപ്പ് തിരിച്ചിട്ടുണ്ട്, ഓരോ ഗ്രൂപ്പായിട്ടാണ് കമാൻഡ് ചെയ്തിരിക്കുന്നത്. ഇതിപ്പോൾ ഒരു ഗ്രൂപ്പ്, ഇത് ക്ലിപ്പ് ബോർഡിൻ്റെ ഗ്രൂപ്പ്, ഇത് ഫോണ്ടിൻ്റെ ഗ്രൂപ്പ്, ഇങ്ങനെ ഓരോ ഗ്രൂപ്പ് നെയിം കൊടുത്തിട്ടുണ്ട്. ആ ഗ്രൂപ്പിലാണ് ഓരോ കമാൻഡ്സും ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇപ്പോൾ ഈ സ്പീക്ക് സെൽ എന്ന് പറയുന്ന കമാൻഡ് ഇതിൽ ഡീഫോൾട്ടായിട്ട് എനേബിൾ അല്ലാത്തതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ ഈ ഹോം ടാബിൽ തന്നെ എനേബിൾ ചെയ്ത് ഏതെങ്കിലും ഒരു പുതിയ ഗ്രൂപ്പായിട്ട് എനേബിൾ ചെയ്യാം. അതല്ലെങ്കിൽ നമുക്കൊരു പുതിയ ടാബായിട്ട് ക്രിയേറ്റ് ചെയ്യാം. അതായത് നമ്മുടെ പേരിൽ ഇവിടെ തന്നെ വ്യൂ കഴിഞ്ഞിട്ട് പുതിയൊരു ടാബ് ക്രിയേറ്റ് ചെയ്തിട്ട് അതിനകത്ത് വേണമെങ്കിൽ നമുക്ക് താല്പര്യമുള്ള, നമുക്ക് ഇഷ്ടമുള്ള, നമ്മൾ ഫ്രീക്വൻ്റ് ആയിട്ട് ഉപയോഗിക്കുന്ന കമാൻഡ്സുകളെല്ലാം അതിനകത്ത് ലോഡ് ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണെന്ന് ഞാൻ കാണിക്കാം. ഇവിടെ ഫയൽ വന്നതിന് ശേഷം ഓപ്ഷൻസിൽ വന്നതിന് ശേഷം കസ്റ്റമൈസ് റിബൺ എന്ന് ക്ലിക്ക് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഇപ്പോൾ ഇവിടെ കാണിക്കുന്നത് മെയിൻ ടാബ്സ് ഏതൊക്കെയാണ്? ഹോം ഉണ്ട്, ഇൻസേർട്ട് ഉണ്ട്, ഇവിടെ ഇൻസേർട്ട് ഉണ്ട്, പേജ് ലേഔട്ട് ഉണ്ട്, ഫോമാറ്റ്, ഫോമുലാസ്, ഡാറ്റ, റിവ്യൂ, വ്യൂ. ഡെവലപ്പർ ഇപ്പോൾ വിസിബിൾ അല്ല, ഇത് കൊടുത്തു കഴിഞ്ഞാൽ അത് അവിടെ വിസിബിൾ ആവും. ആഡ് ഇൻസേർട്ട്, ബാക്ക്ഗ്രൗണ്ട് റിമൂവൽ, ഇത്രയും കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. നമുക്ക് വേണമെങ്കിൽ പുതിയ ഒരു ടാബായിട്ട് ക്രിയേറ്റ് ചെയ്യാം. അതിന് വേണമെങ്കിൽ ഇവിടെ ന്യൂ ടാബ് എന്ന് കൊടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ പുതിയൊരു ഗ്രൂപ്പായിട്ട് ക്രിയേറ്റ് ചെയ്യാം. ഇത് രണ്ട് നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതി. ഞാൻ കൂടുതൽ വിശദമായി എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, ചെയ്ത് നോക്കാമെന്നുള്ളതേ ഉള്ളൂ. ഞാനിപ്പോൾ ഒരു പുതിയ ടാബ് ക്രിയേറ്റ് ചെയ്യുകയാണ്. ഇവിടെ ഈ മെയിൻ ടാബിൽ നിന്നിട്ട് ഇവിടെ നിന്നിട്ട് ഒരു പുതിയ ടാബ് ക്രിയേറ്റ് ചെയ്യാം. വ്യൂവിൽ വന്നിട്ട് ഇവിടെ വന്നതിന് ശേഷം ഇവിടെ നിന്ന് ഒരു പുതിയ ടാബ് ക്രിയേറ്റ് ചെയ്തു. ആ ടാബിന് ഞാനിപ്പോൾ ഇതാണ് പുതിയൊരു ടാബ്. ഈ ടാബിന് ഞാനൊരു റീനെയിം ചെയ്തിട്ട് ഇത് മൈ ടാബ് എന്ന് കൊടുത്തു. ഇനി അതിനകത്തൊരു ഗ്രൂപ്പ് ഉണ്ട്, ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യാം. ഗ്രൂപ്പ് ഞാനിപ്പോൾ ആ ഗ്രൂപ്പിന് റീനെയിം ചെയ്തിട്ട് സ്പീക്ക് എന്ന് കൊടുക്കാം. സ്പീക്ക് സെൽസ് എന്ന് കൊടുത്തു. ഇങ്ങനെ കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഓക്കെ കുറിച്ച് കാണിക്കാം. അപ്പോൾ ഇതാ ഇവിടെ കണ്ടോ ഒരു പുതിയൊരു ടാബ് വന്നു. ആ ടാബിനകത്ത് ഒന്നുമില്ല, സ്പീക്ക് സെൽസ് എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പും ക്രിയേറ്റ് ചെയ്തു. ഇനി ഇതിനകത്ത് എനിക്ക് കമാൻഡ്സുകൾ ആഡ് ചെയ്യണം, മൈ ടാബ്. അപ്പോൾ അതിന് ചെയ്യേണ്ടത് നേരത്തെ ചെയ്തതുപോലെ ഓപ്ഷൻസിൽ പോയിട്ട് കസ്റ്റമൈസ് റിബൺ കൊടുത്തു. ഇതിനകത്തുനിന്ന് നമുക്ക് വേണ്ട കമാൻഡ്സ്, ഇത് പോപ്പുലർ കമാൻഡ്സ് മാത്രമേ വിസിബിൾ ആയിട്ടുള്ളൂ. ഇവിടെ നിന്നുകൊണ്ട് കമാൻഡ്സ് നോട്ട് ഇൻ റിബൺ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ റിബണിൽ കൊടുത്തിട്ടില്ലാത്ത എല്ലാ കമാൻഡ്സും ഇവിടെ വിസിബിൾ ആവും. അതിൽ നിന്നും നമുക്ക് എവിടെയാണ് സ്പീക്ക് സെൽസ്, ഇങ്ങനെ താഴോട്ട് നോക്കിയാൽ ഇവിടെ അറിയാൻ പറ്റും. സ്പീക്ക് സെൽസ് എന്ന് പറഞ്ഞിട്ട് കിടപ്പുണ്ട്. ഈ സ്പീക്ക് സെൽസ് നമുക്ക് ഇതിനകത്താണ് കൊണ്ടുവരേണ്ടത്. അപ്പോൾ സ്പീക്ക് സെൽസിൽ ക്ലിക്ക് ചെയ്തു, ഇവിടെയും എനേബിൾ ചെയ്ത് വെച്ചു. സ്പീക്ക് സെല്ലിനകത്ത് ആഡ് ചെയ്തു, അത് അതിനകത്ത് ആഡ് ചെയ്തു. അടുത്ത സ്റ്റോപ്പ് സ്പീക്കിംഗ് സെൽസ്, അതൊക്കെ എന്താണെന്ന് ഞാൻ ഓരോന്ന് പറയാം. അതും ആഡ് ചെയ്തു. സ്പീക്ക് സെൽസ് ബൈ കോളം ആഡ് ചെയ്തു. സ്പീക്ക് സെൽസ് ബൈ റോസ് ആഡ് ചെയ്തു. സ്പീക്ക് സെൽസ് ഓൺ എൻ്റർ, ഇത്രയും ആഡ് ചെയ്തു. ഇത്രയും ആഡ് ചെയ്തതിന് ശേഷം ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇത് കണ്ട പുതിയ ടാബിനകത്ത് നമ്മൾ കൊടുത്ത ഒരു സ്പീക്ക് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പിനകത്ത് ആ കമാൻഡ്സ് എല്ലാം എനേബിൾ ആയി. ഇനി വേറൊരു കാര്യം കൂടെ പറയാനുണ്ട്. ഇപ്പോൾ ഇത് ഞാൻ ഒരു ഓഫീസിൽ വെച്ചാണ് ഞാൻ ഇത് ചെയ്യുന്നതെന്ന് കേൾക്കുക, അല്ലെങ്കിൽ ഇത് എവിടെയെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ഒരിക്കൽ ചെയ്ത് എക്സൽ ക്ലോസ് ചെയ്ത് ലോഡ് ചെയ്താലും ഇതുപോലെ ഈ സെറ്റിംഗ്സ് ഇതുപോലെ തന്നെ നിൽക്കും. നമ്മുടെ ഓഫീസിൽ ഈ രീതിയിൽ കസ്റ്റമൈസ് ചെയ്തു, നമ്മുടെ വീട്ടിലും PC-യിൽ ഇതുപോലെ ചെയ്യണമെന്നുണ്ടെങ്കിൽ എളുപ്പ വഴി, ഇത് ഓരോന്നും വീണ്ടും ചെയ്യേണ്ട കാര്യമില്ല. ഓപ്ഷൻസിൽ പോയി ഇവിടെ നിന്നും കസ്റ്റമൈസ് റിബൺ എടുത്തതിന് ശേഷം ഇവിടെ ഇപ്പോൾ ഉള്ള കസ്റ്റമൈസേഷൻ വേണമെങ്കിൽ ഇമ്പോർട്ട്, ഇപ്പോൾ ഓഫീസിലാണ് ഇരിക്കുന്നതെങ്കിൽ ഇവിടെ നിന്നും എക്സ്പോർട്ട് ഓൾ കസ്റ്റമൈസേഷൻസ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു പേരിൽ ഇപ്പോഴത്തെ കസ്റ്റമൈസേഷൻ എങ്ങനെയാണോ മെനു കസ്റ്റമൈസ് ചെയ്തിരിക്കുന്നത് ഈ ഒരു ഫയലിൽ അത് സേവ് ആവും. സേവ് ആയി കഴിഞ്ഞാൽ ആ ഫയലിനെ മാത്രം കോപ്പി ചെയ്തെടുത്തുകൊണ്ട് വന്ന് വീട്ടിൽ കൊണ്ടുവന്നതിന് ശേഷം നമ്മുടെ സിസ്റ്റത്തിൽ ലോഡ് ചെയ്ത് എക്സൽ ലോഡ് ചെയ്തതിന് ശേഷം ഇവിടെ നിന്നും ഇമ്പോർട്ട് കസ്റ്റമൈസേഷൻ ഫയൽ എന്ന് കൊടുക്കുമ്പോൾ അതേ ഫയൽ ഇവിടെ നിന്നും ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഓഫീസിൽ എങ്ങനെയാണോ കസ്റ്റമൈസ് ചെയ്ത് അതേ ഒരു രീതിയിൽ ഇവിടെ നമ്മുടെ വീട്ടിലും എക്സൽ കസ്റ്റമൈസ് ചെയ്തെടുക്കാൻ സാധിക്കും. അതായത് ഞാൻ പറഞ്ഞു വന്നത് ഓരോ സ്ഥലത്തും ഓരോ പ്രാവശ്യം ഇതുപോലെ കസ്റ്റമൈസ് ചെയ്യാൻ ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല. ഒരു പ്രാവശ്യം കസ്റ്റമൈസ് ചെയ്ത് ആ ഫയൽ സേവ് ചെയ്ത് ആ ഫയൽ മാത്രം കൊണ്ടുപോയി മറ്റു സ്ഥലങ്ങളിൽ കൊണ്ടുപോയി അവിടെ ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഉദ്ദേശിക്കുന്ന രീതിയിൽ അത് വരും.
അപ്പോൾ ഞാൻ ഇവിടെ നിന്നും സ്പീക്ക് സെൽസ് എന്ന് കൊടുക്കുകയാണ്. സ്പീക്ക് സെൽസ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ ഈ രീതിയിൽ ഇത് വോയിസ് നമുക്ക് കേൾക്കാൻ പറ്റും. ഇത് തന്നെ ഇവിടെ കൊടുത്തതിന് ശേഷം വേണമെങ്കിൽ റോ ബൈ കോളം എന്ന് കൊടുത്തിരിക്കുന്നു. ബൈ റോ എന്നാണ് കൊടുക്കുന്നതെങ്കിൽ ഇവിടെ ബൈ റോ കൊടുത്തിട്ട് സ്പീക്ക് സെൽസ് കൊടുത്തു കഴിഞ്ഞാൽ അത് റോ ബൈ റോ അത് വോയിസ് നമുക്ക് കേൾക്കാൻ പറ്റും. 32,000.00, 2,560.00, 4,800.00, 39,360.00, 3,840.00, 5,000.00, 8,840.00, 30,520.00, 2. ഇങ്ങനെ റോ ബൈ റോ കേൾക്കാൻ സാധിക്കും. അതല്ല നമ്മൾ എൻ്റർ ചെയ്യുമ്പോൾ തന്നെ കേൾക്കണമെന്നുണ്ടെങ്കിൽ ഓൺ എൻ്റർ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ 54, 5,000, 5,000, 6,000, 6,000, 600, 6,000, 584.00. ഈ രീതിയിൽ വേണമെങ്കിലും ചെയ്യാം. അത് നിങ്ങൾക്ക് തന്നെ എക്സ്പെരിമെന്റ് ചെയ്ത് നോക്കാം. വളരെ ഈസിയാണിത്. ഇതിന്റെ ഒരു ഉപയോഗം നമ്മളൊരു കുറേ ഡേറ്റ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിന്നിട്ട് കോളം ബൈ കോളം കൊടുത്തിട്ട് എൻ്റർ പ്രസ് ചെയ്യും. ഇങ്ങനെ കൊടുത്ത് ഇവിടെ നിന്ന് സ്പീക്ക് സെൽസ് കൊടുത്തു കഴിഞ്ഞാൽ എൻ്റർ ചെയ്ത ഡേറ്റ വീണ്ടും നമുക്കൊന്ന് കേൾക്കണമെങ്കിൽ സ്ക്രീനിൽ നോക്കേണ്ട കാര്യമില്ല. നമ്മൾ എൻ്റർ ചെയ്ത ടെക്സ്റ്റിൽ നോക്കിക്കൊണ്ട് സ്പീക്ക് സെൽസ് കൊടുത്താൽ 40,000.00, 47,000.00, 29,000.00, 22,000.00, 27,000.00. അപ്പോൾ ഇതിന്റെ ഒരു ഉപയോഗം മനസ്സിലായല്ലോ. ഈ രീതിയിൽ നമുക്ക് എൻ്റർ ചെയ്യുന്ന ഡേറ്റ തിരിച്ച് കേൾക്കാൻ സാധിക്കും. അതാണ് ഇതിന്റെ ഒരു ഉപയോഗം. സ്പീക്ക് സെൽ എന്താണ്, അത് എങ്ങനെയാണ് എനേബിൾ ചെയ്യുന്നത്, അതിന്റെ കസ്റ്റമൈസേഷൻ ഫയൽ എങ്ങനെയാണ് സേവ് ചെയ്യുന്നത്, അത് മറ്റൊരു സിസ്റ്റത്തിൽ എങ്ങനെയാണ് റീസ്റ്റോർ ചെയ്യുന്നത് എന്നീ കാര്യങ്ങളാണ് ഞാൻ വിശദീകരിച്ചത്. ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ സമയമായി. ഇനി അടുത്ത വീഡിയോ ഉടനെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അടുത്ത വീഡിയോ അപ്ലോഡ് ആകുന്നത് വരെ കാത്തിരിക്കുക. ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.